ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്നത് വാസ്ലീനെ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിലും അല്ലാതെയുള്ള കുറേ ടിപ്സുകളാണിത്. അപ്പം നല്ലോണം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആരും ഇത് കണ്ടാലൊന്നും ടൈം ലാപ്സ് ആവില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് യൂസ്ഫുള്ളായിട്ട് നമ്മൾ ഇതുവരെ അറിയാതെ പോയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കിച്ചൺ ടിപ്സിനൊക്കെ നമുക്ക് എക്സ്പേർഡ് ആയിട്ടുള്ള വാസ്ലീൻ തന്നെ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഞാനിതാ ഇതേപോലെ ഒരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വാസ്ലീന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് എക്സ്പയർ ആയിട്ടുള്ള വാസ്ലീൻ ഒന്നല്ല കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന വാസ്ലീൻ തന്നെയാണ്. അപ്പോൾ അതിന് ഞാനിതാ 1 ടീസ്പൂണ് വാസ്ലീൻ എടുത്തിട്ട് ജസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് അതിൽ മെൽറ്റായി പോകട്ടെ. അപ്പോൾ നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണ കുറച്ചൊരു ചൂടുള്ള കാരണം തന്നെ പെട്ടെന്ന് ഇതിൽ മെൽറ്റായി കിട്ടും. എന്നതിന് ശേഷം നമുക്ക് ആ ഒരു ഇളം ചൂടോട് കൂടെ തന്നെ നമ്മുടെ കൈകളിലും കാലുകളിലൊക്കെ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിരിക്കട്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു കാലിന് ഉപ്പൂറ്റിയിലുള്ള വിണ്ട് കീറലിനൊക്കെ നല്ലൊരു റെമഡി തന്നെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാഴ്ചയോളം നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ കൈകളിലൊക്കെ നന്നായിട്ട് തന്നെ ഒരു ഇറുകിയൊരു ടൈമൊക്കെ ഉണ്ടാവും. നമ്മുടെ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ കൈകളിലും കാലുകളിലൊക്കെ നന്നായിട്ട് തന്നെ വരണ്ട് പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്രാക്കൊക്കെ പോയിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കൈകളിലും കാലുകളിലൊക്കെ കുറച്ച് അധിക സമയം തന്നെ നമുക്കിത് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് നല്ല എഫക്റ്റീവാണ്. നമ്മൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കണ്ടൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എക്സ്പയർഡ് ആവാത്ത വാസ്ലിൻ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വെറും വെളിച്ചെണ്ണ മാത്രം നമ്മുടെ ഇളം ചൂടോട് കൂടി ചേർക്കുന്നത് അതും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വാസ്ലിൻ ഇല്ലെങ്കിൽ വെറും ഇളം ചൂടോട് കൂടെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ കാലിലും കൈകളിലൊക്കെ തേക്കണമെങ്കിൽ ആ ബ്ലാക്ക് ഡോട്ട്സൊക്കെ ചിലർക്ക് ഈ സൂര്യൻ്റെ ഇതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. അതൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതാ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡോറുകൾ, മരത്തിൻ്റെ ഡോറുകളൊക്കെ നമ്മൾ അടക്കുന്ന സമയത്ത് ഒരു ശബ്ദവും അതേപോലെ തന്നെ ടൈറ്റൊക്കെ അനുഭവപ്പെടാറുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് വാസ്ലിൻ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഗ്രീസ് അതേപോലെ തന്നെ ഓയിൽ ഒക്കെ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും. അതേപോലെ ഗ്രീസൊക്കെ നമ്മുടെ ഡ്രസ്സിൽ നമ്മളവിടെയൊക്കെ ചാരി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിലായാലൊക്കെ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ വാസ്ലിൻ തേക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ കബോർഡ്സിലൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ വെള്ളമൊക്കെ ബൈ ചാൻസിൽ അതിലൊക്കെ ആയിട്ട് ഇതേപോലെ ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ തുരുമ്പി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഇതേപോലെ വാസ്ലിന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ഗ്ലേസിങ് ഉണ്ടാവാനും ഇത് നമ്മളെ ഉപകരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ ബാഗിലെ സിബ് പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ അത് നല്ല സ്മൂത്ത് ആവാനും നമ്മൾ ഇതേപോലെ വാസ്ലീൻ എടുത്തിട്ട് ആ ഒരു സിബിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സിബ് അടക്കാനും തുറക്കാനൊക്കെ കഴിയും. അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഉപകാരമുള്ളൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് തുറക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ബാത്റൂം ഡോറിലുള്ള ഈ ഒരു സ്ക്രൂവിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ തുരുമ്പ് വരാറുണ്ട്. അപ്പോൾ ആ റെസ്റ്റ് ഇല്ലാതാവാനും നമ്മൾ ഇതേപോലെ വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് മുമ്പേ ഞാൻ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാത്ത കാരണമാണ് ഈ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതേപോലെ ചെയ്ത് കൊടുക്കുന്ന കാരണം പിന്നെ അത് സ്പ്രെഡ് ആയിട്ടില്ല കേട്ടോ. അതേ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ്. നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ ആ വെള്ളം തട്ടിയിട്ട് ഈ ഒരു സ്ക്രൂവിൽ നന്നായിട്ട് തന്നെ റെസ്റ്റ് പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ഡോറിന് ഹോള് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും അതിനൊന്നും ഒരു പ്രശ്നങ്ങളും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോറുകളൊന്നും കേട് വരാതെ നമുക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വലിയവരുടെയും കുട്ടികളുടെ ഒക്കെ പാൻറ്റിൻ്റെ സിബിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനും നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിൽ വാസ്ലീൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ
ഈ ഒരു ഭാഗം നന്നായിട്ട് തന്നെ സ്മൂത്തായി കിട്ടും കേട്ടോ. വാസ്ലീന് യൂസ് ചെയ്യുന്ന കാരണം തന്നെ നമ്മുടെ ഡ്രസ്സിലും നമ്മുടെ ബോഡിയിലും ഒന്നും അതായെന്ന് കരുതിയിട്ട് ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഗ്രീസും എണ്ണയൊക്കെ തേക്കുന്നതിനേക്കാളൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ ഇത് ചെയ്യുമ്പോൾ. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് കുറച്ചധികം വാസ്ലീന് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് എക്സ്പയർഡ് ആയിട്ടുള്ള വാസ്ലീൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഇപ്പം നമുക്ക് മണ്ണെണ്ണ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ല ഉപകാരമായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഞാനിത് വേസ്റ്റ് ബിന്നിൽ വേസ്റ്റൊക്കെ ഇട്ടിട്ട് അത് ഫുള്ളായ സമയത്താണ് കേട്ടോ ഞാനിത് തീ കൊളുത്താറുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഇതേപോലെ ഒരു ഇലയിൽ ഇതേപോലെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അത് നമുക്ക് കത്തിക്കാൻ നല്ല ഉഷാറായിട്ട് തന്നെ കത്തുക. അപ്പോൾ ഈ ഒരു വിറകടുപ്പിൽ നമ്മൾ തീ കൂട്ടുന്ന സമയത്തൊക്കെ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. മഴയുള്ള സമയങ്ങളിൽ നമുക്ക് വിറക് കത്തിക്കാനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് വിറക് കത്തിക്കിട്ടും. റേഷൻ കടകളിൽ നിന്നൊന്നും ഇപ്പോൾ മണ്ണെണ്ണ കിട്ടാത്ത സാഹചര്യത്തിൽ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഉപകാരപ്പെട്ടൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ചിക്കനൊക്കെ ചുട്ടെടുക്കാറുണ്ട് പുറത്തൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് തീയൊക്കെ കത്തിക്കാൻ ഈ ഒരു വാസ്ലീൻ ഒന്ന് കയ്യിൽ കരുതിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് തീയൊക്കെ കത്തിക്കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ചൂടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇതേപോലെ വാസ്ലീൻ ഒന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് തീയൊക്കെ ഇട്ടിട്ട് രാത്രിയിലൊക്കെ ശരീരം ഒന്ന് ചൂടാക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മണ്ണെണ്ണ ഒന്നും കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. ഈ ഒരു വാസ്ലീൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് കത്തിക്കിട്ടും. ഞാൻ ഇതേപോലെ ഈ ഒരു വേസ്റ്റിൽ ആ ഒരു വാസ്ലീൻ വെച്ചിട്ടാണ് ഇത് കത്തിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ സ്കൂൾ ഷൂ പെട്ടെന്ന് തന്നെ അവരുടെ ഓട്ടത്തിൻ്റെ കാരണം ഓടലും ചാടലൊക്കെ ഉള്ള കാരണം തന്നെ അതിൽ നന്നായിട്ട് സ്ക്രാച്ച് എല്ലാം വീണിട്ട് അതിൻ്റെ നമ്മൾ എത്ര വാഷ് ചെയ്താലും അതൊരു കളറില്ലാത്തൊരു പോലെ തോന്നും. അപ്പോൾ ആ ഒരു ഷൂവിൽ നമ്മൾ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിശ്രിതം ഒന്ന് ഇതേപോലെ ഒരു കോട്ടൺ ടവലിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ ഏകദേശം 2 ആഴ്ചയോളം ഇതേ ഗ്ലേസിങ്ങിൽ ഇതേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്കൂൾ ഷൂ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും വെയിൽ കൊണ്ടല്ല ഇത് വീണ്ടും നിരക്കുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചാവി കുറച്ച് സമയങ്ങൾ കഴിഞ്ഞാൽ തന്നെ റസ്റ്റ് വന്നിട്ട് നമ്മൾ ആ പൂട്ടുന്ന സമയത്തൊക്കെ പൂട്ടിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ഈ ഒരു ചാവി എടുക്കാൻ കഴിയാറില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഒരു 6 മാസം ഉപയോഗിച്ച ശേഷം ഇതേപോലെ നമ്മുടെ ചാവിയിൽ ഈ ഒരു അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇടുന്ന ആ ഒരു ഭാഗത്ത് ഇതേപോലെ വാസ്ലീൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പൂട്ട് തുറക്കുകയാണെങ്കിൽ ഒട്ടും റെസ്റ്റ് ഇല്ലാതെ ടൈറ്റ് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അതേപോലെ നമ്മുടെ ഡോറിൽ ലോക്കും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും പിടുത്തവും ടൈറ്റും ഒന്നും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ കുക്കറിൻ്റെ ഈ ഒരു പിടുത്തം, അതേപോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കിച്ചൺ നൈഫിൻ്റെ നമ്മളെ ആ ഒരു പിടുത്തമൊക്കെ പെട്ടെന്ന് തന്നെ ഇതേപോലെ ഒരു സ്ക്രാച്ചൊക്കെ വന്നിട്ട് പഴകിയ പോലെ തോന്നാറുണ്ട്. എത്ര കഴുകിയാലും ഇതേപോലെ തന്നെ പഴയതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിലും നമ്മൾ ആ ഒരു വാസ്ലീൻ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ കത്തിയിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനൊക്കെ നമ്മളെ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു നീറ്റ്നെസ് കിട്ടാനൊക്കെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണിത്. അപ്പോൾ ഇത് നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ വാസ്ലീൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ ബ്ലാക്ക് ആയി കിട്ടും കേട്ടോ. അപ്പം എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഈ ഒരു കത്തിയുടെ ആ ഒരു പിടുത്തം നന്നായിട്ട് തന്നെ ഇതേപോലെ നിരച്ചിട്ട് ഇതിൻ്റെ ഒരു കളറൊക്കെ മാറിയിട്ട് വേറൊരു കളറൊക്കെ ആയി കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ വാസ്ലീൻ എടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നല്ല പുതിയതുപോലെ ആയി കിട്ടും നമുക്ക് കത്തികളൊക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു സിങ്കിൻ്റെ ഈ ഒരു ടാപ്പ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന ഒരു ടൈപ്പിലുള്ളതായിരിക്കും. അത് നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ആ ഒരു ഭാഗത്ത് നമുക്ക് വാസ്ലീൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ 2 ദിവസം കൊണ്ട് തന്നെ നല്ല സ്മൂത്തായി കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ബെഡ് സോറസ്, അതായത് രോഗശയ്യയിൽ കിടക്കുന്ന പേഷ്യൻസിൻ്റെ ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് തന്നെ പൊട്ടി ഇതേപോലെ വ്രണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ വാസ്ലീൻ. നമ്മൾ ഒന്നിടെ വിട്ടിട്ട് അവരുടെ ബാക്ക് സൈഡിലൊക്കെ
ബെഡിനോട് ടച്ച് ചെയ്ത് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് അവരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഉപ്പൂറ്റിയിലെ വിണ്ട് കീറൽ രാത്രി നന്നായിട്ട് തന്നെ കാല് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ അതിൽ വാസലിൻ അപ്ലൈ ചെയ്തിട്ട് 2 ആഴ്ചയോളം അതേ രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വിണ്ട് കീറൽ ഒരു പരിധി വരെ പരിഹരിക്കാം. അതേപോലെ നമ്മൾ മേക്കപ്പിന് ഉപയോഗിക്കുന്ന ഐ ഷാഡോ അതേപോലെ ഐബ്രോ എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ നല്ല പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ കഴിയട്ടെ. ഈ ഒരു വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് അതിൽ നിന്നൊക്കെ നമുക്ക് അതൊക്കെ തുടച്ച് മാറ്റാൻ കഴിയട്ടെ ഈ ഒരു വാസലിൻ ഉപയോഗിച്ചിട്ട്. അതേപോലെ തന്നെ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ഹെയർ ഡൈ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ ആവാതിരിക്കാൻ അതിൻ്റെ കളറൊന്നും പിടിക്കാതിരിക്കാൻ നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡൈ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്കിന്നിലെല്ലാം നമ്മൾ വാസലിൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് സ്കിന്നിലാവാതെ ഇരിക്കാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത ശേഷം മാത്രം നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കുക.